ഹായ് ഫ്രണ്ട്സ്, ടെക് ഡ്രൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ജീവൻ പ്രമാൺ ഇത് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വരെ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാനതിന് റിപ്ലൈ തരാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ജീവൻ പ്രമാൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതാണോ വെബ് ബ്രൗസർ കിടക്കുന്നത് അതിനകത്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് നമുക്ക് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജീവൻ പ്രമാൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജീവൻ പ്രമാൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ജീവൻ പ്രമാൺ ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോർ പെൻഷനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് നമുക്ക് ഇവിടെ വരുന്നുണ്ടാവും. ജീവൻ പ്രമാൺ .gov.in എന്നൊരു വെബ്സൈറ്റാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. ആ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരുന്നുണ്ടാവും. അതിനകത്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മുടെ ഇമെയിൽ ID ചോദിക്കും. നമ്മളെ ഇമെയിൽ ID എന്താണോ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ക്യാപ്ച കോഡ് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐ എഗ്രി എന്നുള്ള കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എഗ്രി എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP ചോദിക്കുന്നുണ്ടാകും. ഈ OTP ജീവൻ പ്രമാണിൻ്റെ സൈറ്റ് നമ്മുടെ ജിമെയിലായിട്ടായിരിക്കും നമ്മുടെ ഈ OTP അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും. OTP അവർ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ OTP കോപ്പി ചെയ്തുവാണെങ്കിൽ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ OTP നമുക്ക് നമ്മുടെ ജീവൻ പ്രമാണിൻ്റെ സൈറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഫോർ വിൻഡോസ് OSഉം ഫോർ മൊബൈൽ ആപ്പും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടും മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ആപ്ലിക്കേഷനാണ് ഉണ്ടാവുക. അതിനകത്ത് നമുക്കിപ്പോൾ ആവശ്യം നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്കാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മെസ്സേജ് വരും. അതിൻ്റെ ഒരു ലിങ്ക്, ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ലിങ്ക് നമ്മുടെ മെയിലിലോട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വരും. നമ്മൾ വീണ്ടും നമ്മുടെ മെയിലിലോട്ട് പോകേണ്ടി വരും. മെയിലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻബോക്സിൽ ജീവൻ പ്രമാണിൻ്റെ ഡൗൺലോഡ് ലിങ്ക് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇൻസ്റ്റാളർ ഫയൽ ഉണ്ടാവും. അതായത് ജീവൻ പ്രമാണിൻ്റെ ഇൻസ്റ്റാളർ ഫയൽ ആദ്യം കാണുന്ന ആ ലിങ്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ പ്രമാൺ ഡൗൺലോഡ് ആവുന്നുണ്ടാവും. നമ്മുടെ റൈറ്റ് സൈഡിൽ അത് മുകളിൽ നമ്മുടെ ബ്രൗസറിൻ്റെ റൈറ്റ് സൈഡ് മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ദിസ് PC ഓപ്പൺ ചെയ്യുക. ദിസ് PC ഓപ്പൺ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ജീവൻ പ്രമാണിൻ്റെ ഒരു റാർ ഫയൽ അവിടെ വന്നിട്ടുണ്ട്. ആ ഫയൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന ജീവൻ പ്രമാണിൻ്റെ ഫയലിൽ നിന്ന് നമ്മൾ ഒരു കാര്യമുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ത്ര ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഫയലിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഓപ്പണായി വരുന്ന ഫയലിനകത്ത് ഫോൾഡറിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു രണ്ട് PDF ഫയലും ഒരു ഇൻസ്റ്റാളർ ഫയലും അതിനകത്ത് കാണാൻ കഴിയും. ആ ഇൻസ്റ്റാളർ ഫയലിനകത്ത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക.
ഇപ്പം ജീവൻ പ്രമാണം ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഇനി കാണുന്നതിനകത്ത് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ 2 ഓപ്ഷനുണ്ട്. ഒന്ന് ജീവൻ പ്രമാണം എന്നുള്ളതും 2 മോർഫോ ഡിവൈസിന് വേണ്ടിയിട്ടുള്ളതും മറ്റൊന്ന് മന്ത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതും. ആദ്യം കാണുന്ന മന്ത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതും. മോർഫോ ഡിവൈസ് നമ്മൾക്ക് ഉപയോഗിക്കാത്തവർ ആദ്യത്തെ ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക, നെക്സ്റ്റ് അടിച്ചാൽ മതി. അതല്ല മോർഫോയും കൂടി ഉപയോഗിക്കുന്നവർ 2ഉം ടിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക, വീണ്ടും നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക, അവിടെ ഫിനിഷ് ചെയ്യുക. ജീവൻ പ്രമാണം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഓപ്പണായി വരുന്ന വിൻഡോയിൽ നമ്മുടെ ആധാർ കാർഡ്, അതായത് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ അവരുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു രജിസ്ട്രേഷനുണ്ട്, അതായത് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു രജിസ്ട്രേഷനുണ്ട്. ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ കസ്റ്റമറിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ആധാർ നമ്പരും നമ്മുടെ മൊബൈൽ നമ്പരും നമ്മുടെ ഇമെയിൽ ഐ ഡിയും അടിച്ചു കൊടുത്തിട്ട് OTP വേണ്ടി ക്ലിക്ക് ചെയ്യും. ജനറേറ്റ് OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ഐ ഡിയും എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം ജനറേറ്റ് OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിനകത്തോട്ട് അല്ലെങ്കിൽ മെയിലിനകത്തോട്ട് ഒരു OTP വരുന്നുണ്ടാവും. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ പേര് ചോദിക്കും. നമ്മൾ ഓപ്പറേറ്ററായിട്ടിരിക്കുന്ന ആളാരാണോ അവരുടെ പേര് ചോദിക്കും, അത് അടിച്ചു കൊടുക്കുക. ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ടിക്ക് ചെയ്തതിന് ശേഷം ബയോമെട്രിക് സ്കാനിലോട്ട് പോവുക. ഇനി നമുക്കിത് ബയോമെട്രിക് സ്കാനിൽ, അതായത് നമ്മുടെ മന്ത്ര ഡിവൈസിൽ നമ്മൾ സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്യും. അതുവരെയുള്ള നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോമേ കാണുന്നവരേക്കും ബൈ ബൈ.